പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവാതീതമായ ദൗത്യത്തിനു വേണ്ടിയാണ്. സ്വാഭാവിക നന്മകൾക്ക് പുറമെ ദൈവികമായ പ്രസാദവരങ്ങളും ദാനങ്ങളും വഴി ദൈവിക ജീവനിൽ ഭാഗഭാഗിത്വം നൽകിയിരുന്നു. ആദ്യ മാതാപിതാക്കൾക്ക് ലഭിച്ച ഈശ്വരദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല. അവരുടെ സന്താന പരമ്പരകൾക്ക് അനുസൂത്യമായി പ്രസ്തുത ദാനങ്ങൾ ലഭിക്കണമെന്നായിരുന്നു ദൈവികമായ പദ്ധതി. എന്നാൽ പാപം ചെയ്തതോടുകൂടി പ്രകൃത്യാതീതവും പ്രകൃത്യോദരവുമായ ദാനങ്ങൾ ആദത്തിനും മനുഷ്യവർഗത്തിനും മുഴുവനും നഷ്ടപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാപഫലത്തിലും നാം പങ്കാളികളായി തീർന്നു. ആദം മനുഷ്യകുലത്തിന്റെ ധാർമ്മിക ശിരസ്സാണ്. മാനവ വംശത്തിന് ഒരു സജീവമായ ഏകത്വമുണ്ട്. ശിരസ്സായ ആദം ചെയ്ത പാപത്തിലും അതിന്റെ ഫലത്തിലും സമൂഹത്തിനും അംഗങ്ങൾക്കും ഭാഗഭാഗിത്വം ലഭിച്ചു. ആദ്യ മാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉത്ഭവപാപം. ഉത്ഭവപാപം സാമാന്യാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയുവാൻ സാധ്യമല്ല. മനുഷ്യവർഗത്തിലേക്ക് നിർഗളിക്കുന്ന ആദത്തിന്റെ പാപം അഥവാ മനുഷ്യവർഗത്തിന് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പ്രസാദവരരാഹിത്യാവസ്ഥ. എല്ലാ മനുഷ്യരിലും ഉത്ഭവപാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്നു. ആകയാൽ ഒരുവന്റെ പാപം നിമിത്തം സകല മനുഷ്യർക്കും ശിക്ഷയുണ്ടായത് എങ്ങനെയോ അങ്ങനെ തന്നെ ഒരുവന്റെ നീതി നിമിത്തം സകല മനുഷ്യർക്കും ജീവിതത്തിനായിട്ടുള്ള നീതീകരണവുമുണ്ടായി. കന്യകയുടെ അമലോത്ഭവത്തിനുള്ള തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയേൽ ദേവദൂതന്റെ അഭിവാദ്യം പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് പോൽ ബലകമാണ്. പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം സയുക്തികം സമർത്ഥിക്കുവാൻ സാധിക്കും. ദൈവമാതാവിന്റെ മഹത്വത്തിന് അത് അനുപേക്ഷണീയമാണ്. ദൈവത്തിന് അപ്രകാരം സൃഷ്ടിക്കുവാൻ സാധിക്കും. അതിനാൽ ദൈവവും മേരിയെ അതുല്യ ദാനങ്ങളാൽ സമലങ്കരിച്ചു. പരിത്രാണത്തിൽ അരൂപിയും പദാർത്ഥവും സമന്വയിക്കപ്പെട്ട മറിയത്തിൽ അത് ആദ്യമായി നടന്ന മനുഷ്യമഹത്വം പദാർത്ഥത്തിന്റെ മഹത്വമല്ല, പ്രത്യുത പദാർത്ഥത്തിന്റെയും അരൂപിയുടെയും സമഞ്ജസ സമ്മേളനത്തിലാണ് എന്നുള്ള വസ്തുതയും അമലോത്ഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മറിയം അവളുടെ ജനനത്തിൽ തന്നെ സകല വരപ്രസാദങ്ങളാലും സമലംകൃതയായിരുന്നു. 1854 പരിശുദ്ധ പിതാവ് 9 പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. 1856 പരിശുദ്ധ കന്യക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് അരുളി ചെയ്തു. 19-ാം നൂറ്റാണ്ടിന്റെ ഭൗതികവാദത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയുമായിരുന്നു അത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപസാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട്. മാതാവിന്റെ അരുമസുതരായ നാം പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുകരിക്കുകയും ചെയ്യണം. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുണ്ട്. എന്നാൽ കർമ്മപാപത്തിൽ നിന്നും ദൈവസഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ്. അമലോത്ഭവനാഥയുടെ മാധ്യസ്ഥം അതിന് സഹായകരമായിരിക്കും.